ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാസ്റ്റിക് കവറാണ് എടുത്തിട്ടുള്ളത്. ഇന്ന് നമ്മൾ പ്ലാസ്റ്റിക് കവർ കൊണ്ട് നിങ്ങൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു ഫ്ലവറാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള പ്ലാസ്റ്റിക് കവറിൽ നിന്നും ഇതുപോലൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെറിയൊരു കാർഡ്ബോർഡ് പീസാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ ഈ ഒരു അടപ്പ് വെച്ചൊരു റൗണ്ട് ഷേപ്പ് വരച്ചെടുക്കുകയാണ്. അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഫ്ലവർ കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു നൂലും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന പ്ലാസ്റ്റിക് കവറിന്റെ പീസിൽ ഇവിടെ ആയിട്ട് നമ്മൾ ഈ റൗണ്ട് പീസ് ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇതിന്റെ വക്കിലായിട്ട് ആ ഒരു റൗണ്ട് പീസ് വെച്ച് കൊടുക്കരുത്, കുറച്ച് ഉള്ളിലേക്കായിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമ്മൾ അതിന്റെ ഇവിടെ ആയിട്ട് നൂല് ഉപയോഗിച്ച് ടൈറ്റ് ആക്കി ഒന്ന് കെട്ടിക്കൊടുക്കണം. പ്ലാസ്റ്റിക് കവർ വെച്ച് വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു ഫ്ലവർ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ നമ്മളത് നൂല് ഉപയോഗിച്ച് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കാർഡ്ബോർഡ് പീസ് വെച്ച് കൊടുത്തിട്ടുള്ള ഭാഗം നമ്മുടെ ഫ്ലവറിന്റെ നടുക്കായിട്ട് വരാനുള്ളതാണ്. ഇനി നമുക്കിതിന്റെ ഇവിടെ ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിന്റെ ഈ ഒരു ഭാഗത്ത് ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കണം. ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് പോയി നോക്കുക. ഇനി നമ്മളിത് ഇതുപോലെ ഒന്ന് വിടർത്തി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് ഈ റൗണ്ട് പീസിന് ചുറ്റും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പൊ നമ്മൾ അതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെയാണ് നമ്മൾ ഒട്ടിച്ചെടുക്കേണ്ടത്. പ്ലാസ്റ്റിക് കവറുകൾ വെച്ചും പലതരത്തിലുള്ള ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി ചെയ്ത് വെച്ചിട്ടുള്ള പ്ലേലിസ്റ്റിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ നമ്മുടെ ഫ്ലവർ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് അതിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ള തണ്ട് ചെയ്തെടുക്കാം. നമ്മൾ എടുത്തിട്ടുള്ള ഗ്രീൻ കളർ പേപ്പർ ഇതുപോലെ ഒന്ന് മടക്കി ആ മടക്കിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ആ ഒരു പീസ് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഈ ഒരു അടപ്പ് വെച്ച് ഗ്രീൻ കളർ പേപ്പറിൽ നിന്നും ഒരു റൗണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ ഇതുപോലെ മടക്കി വീണ്ടും അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു റൗണ്ട് പീസ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള തണ്ടിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. അതിന് മുകളിലായിട്ടാണ് നമ്മുടെ ഫ്ലവർ നമ്മൾ ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പൊ ഇതാ ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് ഇവിടെ ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഇതൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഫ്ലവർ ഒട്ടിച്ചെടുക്കണം. അപ്പൊ ഇതാ നമ്മൾ ഇതിൽ നല്ലതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഫ്ലവർ നമുക്ക് ഇതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ ഫ്ലവറിൽ ഇതുപോലെ നമ്മൾ തണ്ടൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്ലവർ ഒന്നും കൂടെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ നടുക്കായിട്ട് പെയിന്റ് ഉപയോഗിച്ച് ഇതുപോലെ കുത്തുകളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ നടുക്ക് ആ കാർഡ്ബോർഡ് പീസ് വെച്ച് കൊടുത്തിട്ടുള്ള ഭാഗത്ത് ഇതുപോലെ പുള്ളികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിന്റെ ഇതളിൽ പെയിന്റ് ഉപയോഗിച്ച് ഇതുപോലെ വരകളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഫ്ലവറിൽ നമുക്ക് ഇലകൾ കൂടെ ഒട്ടിച്ചെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗ്രീൻ കളർ പേപ്പറിൽ നിന്ന് ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. വീണ്ടും ആ ഒരു പീസ് നമ്മൾ മടക്കി കൊടുത്ത് ഇലകൾ കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നീട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള 2 ഇലകളും ഇതുപോലെ നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് വളഞ്ഞു നിൽക്കാൻ വേണ്ടി കത്രിക ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് കവർ വെച്ച് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ വേറെ ഒരു 2 എണ്ണം കൂടെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിൾ അല്ലേ നമ്മുടെ ഈ ഒരു ഫ്ലവർ ചെയ്തെടുക്കാനായിട്ട്? അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഫ്ലവർ മേക്കിംഗ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയോ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.